ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് അപ്പോൾ വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് റിയൽമി 7ൻ്റെ അൺബോക്സിംഗ് ആണ്. അപ്പോൾ ഇതാ നമ്മളുടെ ഒരു റിയൽമി 7 നമ്മളുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ഡ്യുവൽ ടോൺ കളറിലൊക്കെയാണ് വന്നുള്ളത്. സൽമാൻ ഖാൻ്റെ പിക്ചറൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ബോക്സ് ഒന്ന് തുറക്കുകയാണെങ്കിൽ നമുക്കിതിൽ റിയൽമി എന്ന് പറഞ്ഞുള്ള എഴുതിയിട്ട് ഒരു ഇൻ്റർഫേസ് കാണാം. അപ്പോൾ നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. അതുപോലെ തന്നെ ഒരു സിം എജക്ടർ ടൂളും ഒപ്പയിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിലൊരു ഗൈഡും അതുപോലെ തന്നെ ഒരു കേസും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു കേസാണ് കൂടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്കിതിൻ്റെ ഗൈഡും മറ്റു കാര്യങ്ങളും നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ബോക്സിനുള്ളിൽ വേറെ എന്തൊക്കെയാണുള്ളതെന്ന് നോക്കി കഴിഞ്ഞാൽ ഒരു അഡാപ്റ്ററും അതുപോലെ തന്നെ ഒരു USB കേബിളും വന്നിട്ടുണ്ട്. ഇതൊരു 30 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറുള്ളൊരു അഡാപ്റ്ററാണ് നമുക്ക് തന്നിട്ടുള്ളത്. അതുപോലെ തന്നെ USB Type-C കേബിളും കൂടിയും നമുക്ക് ഇതിനോടൊപ്പം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ബോക്സിനുള്ളിൽ നമുക്കൊരു അഡാപ്റ്ററും പിന്നെ USB Type-C കേബിളും പിന്നെ സിം എജക്ടറും സ്ക്രീൻ ഗാർഡും പിന്നെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു കേസും വാറണ്ടി കാർഡും അതുപോലെ മറ്റു കാര്യങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫോണൊന്ന് നമുക്ക് എന്തായാലും നമുക്കൊന്ന് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ റിയൽമി 7. അപ്പോൾ ഈ ഫോൺ നമുക്ക് 2 വേരിയൻറ്റിൽ നമുക്ക് ലഭിക്കും. അതായത് 6GB RAM 64GB ROM പിന്നെ 8GB RAM 128GB ROM എന്ന് പറയുന്ന 2 വേരിയൻറ്റിൽ നമുക്കിത് ലഭിക്കും. അതുപോലെ തന്നെ ഇത് നമുക്ക് ഒരു മെമ്മറി കാർഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് 256GB വരെ നമുക്ക് എക്സ്റ്റേണലി നമുക്ക് എക്സ്പാൻഡ് ചെയ്യാനും സാധിക്കും. അതുപോലെ തന്നെ ഇത് 2 കളർ വേരിയൻറ്റിൽ നമുക്കിത് ലഭിക്കും. അതായത് മിസ്റ്റ് ബ്ലൂ എന്ന് പറയുന്ന ഒരു കളറും പിന്നെ മിസ്റ്റ് വൈറ്റ് എന്ന് പറയുന്ന കളറും. എൻ്റെ കയ്യിലിരിക്കുന്ന ഫോൺ മിസ്റ്റ് ബ്ലൂ ആണ്. അപ്പോൾ നമുക്കിതിൻ്റെ ഡിസ്പ്ലേ നോക്കുകയാണെങ്കിൽ 6.5 ഇഞ്ച് വരുന്ന ഒരു ഫുൾ HD പ്ലസ് ഫുൾ സ്ക്രീൻ ഡിസ്പ്ലേ ആണ് ഇതിൽ വന്നുള്ളത്. അതുപോലെ തന്നെ ഒരു 90 Hz റിഫ്രഷ് റേറ്റോട് കൂടിയാണ് ഇതിൻ്റെ സ്ക്രീൻ വന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ 20:9 ആസ്പെക്ട് റേഷ്യോയിലാണ് ഇതിൻ്റെ സ്ക്രീനിൻ്റെ സൈസ് വന്നുള്ളത്. 16.7 mm ഡിസ്പ്ലേ കളേഴ്സും ഇതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മാക്സിമം ബ്രൈറ്റ്നസ് നോക്കുകയാണെങ്കിൽ 480 നിറ്റ്സ് ബ്രൈറ്റ്നസോട് കൂടിയാണ് ഇതിൻ്റെ സ്ക്രീൻ വന്നുള്ളത്. അതുപോലെ തന്നെ ഗൊറില്ല ഗ്ലാസ് 2.5D പ്രൊട്ടക്ഷനോട് കൂടിയാണ് വന്നുള്ളത്. അപ്പോൾ ചെറിയ സ്ക്രാച്ചുകൾ വീണാൽ തന്നെ വലിയ പ്രശ്നമില്ലാത്ത രീതിയിൽ നമുക്കിത് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ഏതായാലും നമുക്കിതിൻ്റെ ക്യാമറകളിലേക്ക് തന്നെ പോകാം. അതായത് ഇതിൻ്റെ ബാക്ക് ക്യാമറ വന്നത് ഒരു ക്വാഡ് ക്യാമറ സെറ്റപ്പിലാണ്. അതായത് ഇതിൻ്റെ മെയിൻ ക്യാമറ 64 മെഗാപിക്സൽ വരുന്നൊരു ക്യാമറയിൽ വന്നിട്ടുണ്ട്. അതോടൊപ്പം ഒരു സോണിയുടെ സെൻസർ കൂടി ഇതിൽ വന്നിട്ടുണ്ട്. 8 മെഗാപിക്സലിൻ്റെ ഒരു അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ, അതായത് 119 ഡിഗ്രി വരെ നമുക്ക് വീഡിയോസും ഫോട്ടോസും എല്ലാം ഷൂട്ട് ചെയ്യാൻ സാധിക്കും. പിന്നെ 2 മെഗാപിക്സലിൻ്റെ ഒരു പോർട്രേറ്റ് ലെൻസും പിന്നെ ഒരു 2 മെഗാപിക്സലിൻ്റെ ഒരു മാക്രോ ലെൻസുമാണ് ഈ ക്വാഡ് ക്യാമറ സെറ്റപ്പിൽ അവർ കൊണ്ടുവന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് HD റെസൊല്യൂഷൻ അതുപോലെ തന്നെ ഫുൾ HD പിന്നെ 4K വീഡിയോസുകളെല്ലാം നമുക്ക് ഇതിലൂടെ ഷൂട്ട് ചെയ്യാനും സാധിക്കും. അതായത് 4K at 30 FPS പിന്നെ 180p at 30 FPS, 180p at 60 FPS, 720 at 30 FPS, 720 at 60 FPS എന്നിവയാണ് വീഡിയോ റെസൊല്യൂഷനുകൾ ഇതിൽ വന്നിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകതയായിട്ട് നമുക്ക് എടുത്ത് പറയാൻ പറ്റുന്നത് ഇതിൻ്റെ സ്റ്റെബിലൈസേഷൻ മോഡും പിന്നെ അൾട്രാ വൈഡും പിന്നെ അതുപോലെ തന്നെ വീഡിയോ സ്ലോ മോഷൻ വീഡിയോസുകളെല്ലാം നമുക്ക് ഇതിലൂടെ തന്നെ ഷൂട്ട് ചെയ്യാൻ സാധിക്കും. പിന്നെ നമുക്കിതിൻ്റെ സെൽഫി ക്യാമറ നോക്കാം. അതായത് ഇൻ ഡിസ്പ്ലേയിൽ വരുന്ന ഒരു സെൽഫി ക്യാമറയാണ് ഇതിൽ വന്നുള്ളത്. അതായത് 16 മെഗാപിക്സൽ വരുന്നൊരു CMOS സെൻസറാണ് ഇതിൽ വന്നിട്ടുള്ളത്. 79.3 ഡിഗ്രി വൈഡ് ആംഗിളിൽ നമുക്കിതിലൂടെ ഷൂട്ട് ചെയ്യാൻ സാധിക്കും. പിന്നെ ഫോട്ടോഗ്രാഫിയുടെ കാര്യം നോക്കിയാൽ ടൈം ലാപ്സ് ഫോട്ടോഗ്രാഫിയും പിന്നെ സൂപ്പർ നൈറ്റ് സ്കേപ്പ് മോഡും അതുപോലെ തന്നെ നമുക്ക് സ്ലോ മോഷൻ വീഡിയോസും 180p at 120 FPS നമുക്ക് ഇതിലൂടെ സെൽഫി ക്യാമറയിലൂടെ നമുക്ക് എടുക്കാൻ സാധിക്കും. അതായിട്ട് നമുക്ക് ഇതിൻ്റെ ബാറ്ററി നോക്കാം. അതായത് ഒരു ഹ്യൂജ് ബാറ്ററിയാണ് ഇതിൽ വന്നുള്ളത്. അതായത് 5000 mAh വരുന്ന ഒരു ലിത്തിയം അയോൺ ബാറ്ററിയാണ് ഇതിൽ വന്നുള്ളത്. അതുപോലെ തന്നെ 30 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജും ഇതിൽ വന്നിട്ടുണ്ട്. പിന്നെ 0 to 100% ഏകദേശം നമുക്ക് പറയുകയാണെങ്കിൽ ഒരു മണിക്കൂർ കൊണ്ട് നമുക്ക് 0 to 100% നമുക്ക് ഇതിലൂടെ ചാർജ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്കിതിൻ്റെ പ്രോസസ്സർ നോക്കുകയാണെങ്കിൽ മീഡിയ ടെക്കിൻ്റെ ഹെലിയോ G95 ഒക്ടാ കോർ പ്രോസസ്സറാണ് ഇതിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം നോക്കുകയാണെങ്കിൽ ആൻഡ്രോയിഡ് വെർഷൻ 10 ആണ് ഇതിൽ വന്നിട്ടുള്ളത്. പിന്നെ നമുക്കിതിൻ്റെ പ്രോസസ്സറിൻ്റെ ഒരു പ്രത്യേകതയാണ് ലോകത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഈ റിയൽമി 7ലാണ് ആദ്യമായിട്ട് ഈ G95 എന്ന് പറയുന്നൊരു പ്രോസസ്സർ വന്നിട്ടുള്ളത്. പിന്നെ റിയൽമിയുടെ UA ഇൻ്റർഫേസ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ കാർബൺ ഫൈബർ കൂളിംഗ് സിസ്റ്റം കൊണ്ടുവന്നുള്ളത് കൊണ്ട് തന്നെ ഗെയിമിങ്ങിലൊക്കെ നമുക്ക് അത്യാവശ്യം നമുക്ക് ഹീറ്റ് ആവാതെയൊക്കെ നമുക്ക് ഫോൺ ലഭിക്കുന്നതാണ്. പിന്നെ ഫോണുകളിലെ ആപ്പുകളുടെ കാര്യം നോക്കിയാൽ പ്രീ ഇൻസ്റ്റാൾ ചെയ്ത ഒരുപാട് ആപ്പുകൾ കുത്തി നിറച്ചൊന്നും വന്നിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ റിയൽമിയുടെ കുറച്ച് ആപ്പുകൾ ഇതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡിസൈൻ നോക്കാം. ഡിസൈൻ നോക്കുകയാണെങ്കിൽ ഒരു പ്രീമിയം ഡിസൈനിലാണ് ഇത് വന്നിട്ടുള്ളത്. ഞാൻ പറഞ്ഞല്ലോ മിസ്റ്റ് ബ്ലൂ അതുപോലെ തന്നെ മിസ്റ്റ് വൈറ്റ് എന്ന് പറയുന്ന ഒരു 2 കളർ വേരിയൻറ്റിലാണ് നമുക്ക് ഈ ഫോൺ ലഭിക്കുക. പാനൽ നോക്കി കഴിഞ്ഞാൽ നമുക്കിത് ഒരു ഗ്ലോസി ടൈപ്പ് അല്ലാത്തതുകൊണ്ട് സ്ക്രാച്ച് റെസിസ്റ്റൻ്റ് അല്ലെങ്കിൽ സ്ക്രാച്ച് അധികം പാനലിൽ വരാൻ സാധ്യതയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ താഴെ ഒരു മോണോ സ്പീക്കറും വന്നിട്ടുണ്ട്. പിന്നെ ഈ ഫോണിൻ്റെ അടുത്ത് പറയേണ്ട ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫിംഗർ പ്രിൻറ്റ് വന്നത് സൈഡിലാണ്. അതായത് വേക്കപ്പ് സ്വിച്ചിനോട് കൂടി തന്നെയാണ് ഇതിൻ്റെ സൈഡിലായിട്ട് ഫിംഗർ പ്രിൻറ്റ് നമുക്ക് ഇതിൽ കൊണ്ടുവന്നിട്ടുള്ളത്.
പിന്നെ അതുപോലെ തന്നെ ഈ ഫോൺ സ്പ്ലാഷ് പ്രൂഫാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ചെറിയ മഴച്ചാറ്റിലോ അതുപോലുള്ള കാര്യങ്ങളൊന്നും നമുക്ക് അധികം ഇതിൽ ഏൽക്കില്ല. പിന്നെ അതുപോലെ തന്നെ ഡ്യുവൽ ബാൻഡ് വൈഫൈ ആണ് ഇതിൽ വന്നുള്ളത്. അതുപോലെ തന്നെ ബ്ലൂടൂത്ത് വെർഷൻ 5 ആണ് ഈ ഫോണിൽ വന്നുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, താഴെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. പിന്നെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ സബ്സ്ക്രൈബും കൂടിയും ചെയ്യാം. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.